സമരം ചെയ്ത കുട്ടികളെ വേട്ടയാടുന്ന രീതിയിലാണ് സർക്കാർ പെരുമാറിയതെന്ന് ശശികുമാർ. സർക്കാരിന്റെ ഭീരുത്വമാണ് ഇതിലൂടെ തെളിവായത്. പുതുതലമുറയുടെ സഹന സമരത്തിന്റെ കാഴ്ചയാണ് ഡൽഹിയിൽ കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് എന്ന് പറഞ്ഞ ഈ ചോർച്ച അതിൽ മുഖാന്തരം 10-20ഓളം കുട്ടികളിൽ ആത്മഹത്യ അങ്ങനെ ഇതിനുവേണ്ടി കുരുതി കൊടുത്തവരുണ്ട്. ഇതിനൊക്കെ ഒരു പകരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരം എന്ന് വെച്ചാൽ പോലീസിനെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും CRPFനെയും സ്റ്റുഡൻസിനെതിരെയും ഇന്ത്യയുടെ യുവജനതയ്ക്കെതിരെയും അഴിച്ചുവിടുക, വേട്ടയാടുന്ന രീതിയിലേക്ക്. അവിടെ അവർ കാട്ടിക്കൂട്ടി ഇത് ജന്തർ മന്ദർ തുടങ്ങി മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാട്ടിക്കൂട്ടി നമ്മളെല്ലാവരും കാണുന്നതാണ്. ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പിൻ്റെ ഒരു അങ്ങേയറ്റമാണ്. മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഒരു കവേർഡ്ലി ആക്റ്റാണ്. അവർ ഭീരുക്കളാണെന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട്. യുവജനത അവരുടെ ഭാവിയാണ് ഇത് ബാധിക്കുന്നത്, അവരുടെ ജനാധിപത്യത്തെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ അവർ ഇതൊന്നും ശരിയല്ല എന്നും പറഞ്ഞ് അവർ മറ്റേ സ്ട്രീറ്റ്സിലേക്ക് ഇറങ്ങിയാൽ, മറ്റേ തെരുവിലേക്ക് ഇറങ്ങി അവർ ഇങ്ങനെ ഒരു പ്രക്ഷോഭണം തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം ആ ഗവൺമെൻറ് അത് കേട്ടിരിക്കണം, അതിനുള്ള നടപടികൾ എടുത്തിരിക്കണം. അല്ലെങ്കിൽ അത് അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുന്നുള്ളൂ.